പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സഹനത്തെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1-ാം തിരുവാക്യം രേഖപ്പെടുത്തി, ഭൂമിയിൽ മനുഷ്യർ പെരുകാൻ തുടങ്ങുകയും മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു എന്ന് വചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എന്റെ ചൈതന്യം എന്നേക്കും മനുഷ്യരിൽ നിലനിൽക്കുകയില്ല എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു. കാരണം അവർ അധർമ്മം സ്വീകരിച്ചു, സത്യത്തെ കൈവെടിഞ്ഞു, പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചു, അതിക്രമം നടമാടി. ഹല്ലേലൂയ. യേശുവേ നന്ദി. 1-ാമത്തെ വചനം നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. ഈ കാലഘട്ടത്തില് വിവാഹമോചനം പെരുകി വരുന്ന ഒരു കാലഘട്ടം. കാരണം വചനം പറയുന്നുണ്ട്, ലേഖനഭാഗങ്ങളിലെ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിക്കുവിൻ. ഇന്ന് നമുക്ക് വിധേയത്വമില്ല. അവിടെ എന്ത് സംഭവിച്ചു? ദൈവപുത്രന്മാര് തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഭാര്യമാരായി സ്വീകരിച്ചു, ഇഷ്ടപ്പെട്ടവരെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. എന്നോ വിവാഹമോചനം വഴി നമ്മുടെ പെൺമക്കളൊക്കെ ഇഷ്ടമുള്ളവരെ, ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ വേശ്യ എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കുറവുകൾ കൊണ്ട്, നമ്മുടെ കുറ്റങ്ങൾ കൊണ്ട് എനിക്കത് സഹിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? എനിക്കത് വേണ്ട, എനിക്ക് ഈ ബന്ധം പറ്റില്ല, നമ്മൾ ഡൈവോഴ്സ് ആവുന്നു. ദൈവത്തിനെതിരാണ്, ദൈവകൽപ്പനയ്ക്കെതിരാണ്. ഹല്ലേലൂയ. ചില ലിവിങ് ടുഗദർ ബന്ധങ്ങൾ ദൈവമായ കർത്താവ് നേരത്തെ പറഞ്ഞതുപോലെ പരിതപിക്കുക. കാരണം എന്താണെന്നറിയോ? തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെല്ലാം ഭർത്താക്കന്മാരായി സ്വീകരിക്കുക, വിവാഹം കഴിക്കാതെ കൂടെ താമസിക്കുക. ലിവിങ് ടുഗദർ ബന്ധങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഭൂമിയിൽ ആകെ ഒന്ന് നോക്കുക, ആരാണ് നീതിമാനായ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും വിശ്വാസിയായിട്ടുണ്ടോ? ദൈവം നോക്കിയപ്പോ കണ്ടു നീതിമാനായ ഒരു വ്യക്തിയെ, നോഹ. അവനെ കർത്താവ് തെരഞ്ഞെടുക്കുകയാ. എന്തിനു വേണ്ടിട്ടാ? നോഹയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, നോഹേ, നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം പണിയണം. ഞാൻ ഈ ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളെയും മനുഷ്യരെയും നശിപ്പിക്കാൻ പോവുക. ഞാൻ അവരെ സൃഷ്ടിച്ചതിൽ പരിതപിക്കുക. എനിക്ക് ഏറെ വേദനയുണ്ട്. കാരണം അവർ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങും അക്രമം നടമാടുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങളെ നശിപ്പിക്കാൻ പോകുന്നു. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം പണിയുക. അതിന്റെ അളവും തൂക്കവും നീളവും വീതിയും എല്ലാം നോഹയ്ക്ക് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നു. നോഹ അക്ഷരം പ്രതി അത് പാലിക്കുന്നുണ്ട്. നമുക്കറിയാം, ബൈബിളിൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ആ പെട്ടകത്തിലെ മുറികൾ തിരിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കീല് പുരട്ടാൻ പറയുന്നുണ്ട്. നോഹയെ സംബന്ധിച്ച് പറയുമ്പോൾ നോഹ ഇതൊരു വലിയ വേദനയിലൂടെയാണ് ഈ സഹനം ഏറ്റെടുക്കുന്നത്. പല പ്രാവശ്യം അവർക്ക് താക്കീത് കൊടുത്തു, ഭൂമിയിൽ വലിയൊരു ജലപ്രളയം വരാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുക്ക്. അതൊന്നും മനുഷ്യൻ വകവയ്ക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ, സാധാരണഗതിയിൽ നിന്നൊന്ന് നമ്മൾ ഉയർച്ചയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണെന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല പലപ്പോഴും. നമ്മൾ അഹങ്കാരം കൊണ്ട് നിറയും. കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ, മറ്റുള്ളവരെക്കാളും ഇത്തിരി ഉയർന്ന നിലപാടിലാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങുന്നതെങ്കിൽ നമ്മളുടെ സ്വാഭാവികമായും നമ്മുടെ നടത്തത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നടന്നു വന്ന വഴികളും തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കുക. ദൈവമായ കർത്താവ് നോഹയെ തെരഞ്ഞെടുക്കുന്നു. നോഹയോട് പറഞ്ഞത് നോഹ അക്ഷരം പ്രതിപാലിക്കുന്നു, ദൈവകൽപ്പന അനുസരിക്കുന്നു. നോഹ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്ന വ്യക്തിയായിരുന്നു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നാൽ ജനങ്ങൾ അവനെ കളിയാക്കുന്നത് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ഇന്നൊരു പ്രായം അതിരുവിട്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു അപ്പച്ചൻ, പ്രായം അതിരുവിട്ട ഒരു അപ്പച്ചൻ അമ്മച്ചി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പറയും, ചിന്നന്റെ അറിയുന്ന തോന്നുന്നത്. അപ്പോ ജനം നോഹയെ കളിയാക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയോ? മഴക്കാലമല്ല,
മഴ പെയ്യാൻ സാധ്യതയില്ലാത്തൊരു കാലഘട്ടം. സാധാരണ ഒരു കപ്പല് പണിയാൻ അല്ലെങ്കിൽ ഒരു വള്ളം പണിയാന്നൊക്കെ പറയുമ്പോൾ നമ്മള് ആ കടലിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഇതൊക്കെ പണിയുക, അല്ലെങ്കിൽ അതിന് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ നോക്കിയിട്ട് പണിയുക. പക്ഷെ ഇതൊരു വലിയ പെട്ടകാണ്. അനേകം എത്രയോ വർഷങ്ങൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടി വന്നു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നോഹ ക്ഷമയോടെ അത് സഹിച്ചുകൊണ്ട് ജനങ്ങളുടെ കളിയാക്കലും പരിഹാസങ്ങളും നിന്ദനങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് നോഹ ഒറ്റയ്ക്ക് അതിന്റെ പണി തീർക്കുകയാണ്. ദൈവമായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു പറയുകയാണ്, നോഹെ, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും മരുമക്കളും ഈ പെട്ടകത്തിൽ കയറുക. അതുപോലെ ഓരോ ജോഡി ഇണകളെ വെച്ച് കിളികളെയും പക്ഷി ജീവജാലങ്ങളെയും എല്ലാം അതിൽ കയറ്റാൻ പറയുന്നുണ്ട്. പറവകളെ മാത്രം 7 ജോഡിനെ കയറ്റാൻ പറയുന്നുണ്ട്. നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദൈവമായ കർത്താവ് എന്നിട്ട് നോഹയോട് പറയും, നിങ്ങൾ പെട്ടകത്തിൽ കയറി ഞാൻ അതിന്റെ കഥ കടയ്ക്കുമ്പോൾ 7ാമത്തെ ദിവസം മുതൽ മഴ പെയ്യാൻ തുടങ്ങും, ഭൂമിയിലെ ജലം വർദ്ധിക്കാൻ തുടങ്ങും, ആകാശത്തിന് ജാലകങ്ങൾ തുറക്കാൻ തുടങ്ങും, ഭൂമിയുടെ ഉറവുകളെല്ലാം തുറക്കാൻ തുടങ്ങും, ജലപ്രളയം കൊണ്ട് ഭൂമി ആകെ നശിച്ചു പോകും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെ നോഹ പറഞ്ഞതനുസരിച്ചു മഴ പെയ്യാൻ തുടങ്ങി. 40 രാവും 40 പകലും മഴ പെയ്തു. 153 ദിവസം വെള്ളപ്പൊക്കം നീണ്ടു നിന്നു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ഹല്ലേലൂയ. പർവ്വതങ്ങളുടെ മുകളിൽ വെള്ളം പൊന്താൻ തുടങ്ങി. അങ്ങനെ വെള്ളം അധികമായി കണ്ടപ്പോ സകല ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും മനുഷ്യരും മരണപ്പെടുകയാ, കൊല ചെയ്യപ്പെടുകയാ. ദൈവത്തിന്റെ കോപം പാപത്തിൽ നിന്ന് തന്റെ നോഹയെയും അതുപോലെ അവരുടെ കുടുംബത്തെയും ദൈവമായ കർത്താവ് സംരക്ഷിക്കുക. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നോഹ വിശ്വാസിയായിരുന്നു, നീതി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. നമുക്കിന്ന് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നമ്മുടെ ഓഫീസർമാരൊക്കെ ഉണ്ട്, ജോലിക്കാരുണ്ട്. നമ്മൾ നീതിപൂർവമാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നീതി ലഭിക്കേണ്ടവന് നീതി ലഭിക്കുന്നില്ല. ഇവിടെ നമ്മളത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാ? നമ്മൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയത് ദൈവമാണ്. നീ നീതി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാ. പക്ഷെ നീ നീതിയല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇതുപോലെ വലിയ തകർച്ചകളിലൂടെ കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ഈ ജലപ്രളയം കൊണ്ട് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഈ ഭൂമിയിലുള്ള സകല പാപങ്ങളെയും ദൈവമായ കർത്താവ് തുടച്ചു നിൽക്കുകയാ. പാപത്തെ തുടച്ചു നീക്കിക്കൊണ്ട് പുതിയ ഒരു തലമുറയെ, നോഹയെ, നീതിമാനായവനെ കർത്താവ് തെരഞ്ഞെടുത്ത ഈ ഭൂമിയിലേക്ക് അവനിൽ നിന്ന് മക്കളെ ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ ഭൂമിയിൽ അവനോട് പെരുകാനായിട്ട് പറയുന്നുണ്ട് വചനത്തില്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അങ്ങനെ ദൈവമായ കർത്താവിന് മനസ്സിലായി എല്ലാം നശിച്ചു. അതുകൊണ്ട് ഇനി ശക്തമായ ഒരു കാറ്റ് നോഹയെയും അവന്റെ കുടുംബത്തെയും ദൈവമായ കർത്താവ് ഓർത്തു. 8ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുക 1ാമത്തെ വാക്യം. നോഹയെയും കുടുംബത്തെയും ഓർത്തപ്പോൾ ശക്തമായ ഒരു കാറ്റ് അയച്ചു, വെള്ളം കുറയാൻ തുടങ്ങി. 10 മാസമായിട്ടും വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം കൂടി പറയുന്നത്. ഈ പെട്ടകം ഒരിക്കൽ മാത്രം പണിയാനേ പറഞ്ഞിട്ടുള്ളൂ ദൈവമായ കർത്താവ്. മനസ്സിലാകുന്നുണ്ടോ? ഇനിയൊരു പെട്ടകത്തിന് ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ? സകല ജനതയെയും നശിപ്പിച്ചു കളഞ്ഞു. അതിനുവേണ്ടി വലിയൊരു വെള്ളപ്പൊക്കം അവിടെ ദൈവമായ കർത്താവ് അല്ലെങ്കിൽ ജലപ്രളയം വർത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, നോഹ ആ പെട്ടകത്തിൽ നിന്ന് ആറാട് പർവ്വതത്തിലേക്ക് പെട്ടകം ഉറച്ചു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ നോഹ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ? ദൈവമായ കർത്താവിന് ബലി അർപ്പിക്കുക. അവനൊരു ബലിപീഠം പണിതു. അതിനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ആ ബലിപീഠം അവൻ ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോ ദൈവമായ കർത്താവിന് ഇതിന്റെ ഗന്ധം കിട്ടിയപ്പോ ദൈവമായ കർത്താവ് അവന്റെ ബലിയിൽ പ്രസാദിച്ചു. അവനുമായി ദൈവമായ കർത്താവ് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. അവിടുത്തെ ദൈവം പറയുന്നുണ്ട്, ഞാൻ എന്റെ ഒരു വില്ല് ഞാൻ സ്ഥാപിക്കാൻ പോവുകയാണ്. ഭൂമിയിൽ ഞാനും നീയുമായിട്ടുള്ള നിന്റെ തലമുറയുമായിട്ടുള്ള ഉടമ്പടിക്ക് വേണ്ടി ഞാൻ എന്റെ ഒരു വില്ല് സ്ഥാപിക്കുകയാണ്. അതുകൊണ്ട് ആകാശത്തെ മേഘങ്ങൾക്ക് ഇടയിൽ മഴവില്ല് തെളിയുമ്പോൾ ഞാൻ എന്റെ ജനവുമായിട്ടുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ഞാനും നീയുമായിട്ടുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. നിന്റെ സന്തതിയുമായിട്ടുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. പക്ഷെ ഈ കാലഘട്ടത്തിൽ നോക്കിക്കോ, മഴവില്ല് എന്ന് പറയുന്ന സാധനം ഇപ്പോ നമ്മൾ അടുത്തൊന്നും കാണാറില്ല. കാരണം എന്താണെന്നറിയോ? ഭൂമി മുഴുവൻ ദുഷിച്ചത് മാത്രമായി തീർന്നുകൊണ്ടിരിക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കോ. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു തകർച്ച വേദനയിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോ നമ്മളൊന്ന് ചിന്തിക്കണം, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പറ്റിയത്? പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ മാമോദിസ പറയുന്നുണ്ട്. മാമോദിസ വെള്ളം തലയിൽ സ്നാനപ്പെടുത്തി കഴിയുമ്പോ അവന്റെ ആ കുഞ്ഞിന്റെ കർമ്മഭാവത്തിൽ നിന്ന് ഉത്ഭവഭാവത്തിൽ നിന്ന് മോചനം നൽകി സഭയിലേക്ക് ഒരു അംഗമായി ആ കുഞ്ഞു മാറുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കണ്ണി കണ്ട പെട്ടകത്തിന്റെ പുറകിൽ നമ്മൾ ഓർത്ത കാര്യമില്ല. നമുക്ക് തന്നിട്ടുണ്ട് ജീവന്റെ ഗ്രന്ഥം. നമ്മളത് വായിക്കുക, പഠിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. എന്റെ ജീവിതത്തില് ഞാൻ ഈ നടന്നു വന്ന വഴികളിൽ, ഈ കാലഘട്ടത്തിൽ ഞാൻ നടന്നു വന്ന വഴികളിലൂടെ എല്ലാം എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താനായിട്ട് ശ്രമിക്കുക. തെറ്റുപറ്റാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ദൈവമായ കർത്താവൊന്നല്ല നമ്മൾ മനുഷ്യരല്ലേ, ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ലേ. വചനം പറയുന്നുണ്ട്,
ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിക്കുക. സ്ത്രീയിൽ നിന്ന് പുരുഷനല്ല, പുരുഷനിൽ നിന്ന് സ്ത്രീയാണ് ദൈവമായ കർത്താവ് സൃഷ്ടിച്ചത്. അതുപോലെ തന്നെയാണ് പാപത്തിലേക്ക് മനുഷ്യനെ വിടാനായിട്ടിടയായതും. അതിനൊക്കെ തിരുത്തലാവുള്ള ആവശ്യമാണ്. പണ്ടത്തെ കാലത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്നു. മക്കളൊക്കെ ഉന്നത വിദ്യാഭ്യാസങ്ങൾ നേടി, പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധം ഇല്ലാതെയായി. ഞാൻ എന്ത് പറയുന്നു അത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കടന്നു വന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ നമ്മൾ പറയാണ്, നമ്മൾ മാനസാന്തരപ്പെടുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. സഹന ജീവിതത്തിലെ എന്തെങ്കിലും വേദനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തെ മുറുകെ പിടിക്കുക. എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വേദന കടന്നു വന്നത്? ദൈവത്തിന് സമ്മാനമാണോ എന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ. യേശുവിനെ നന്ദി. നമുക്ക് ഈ അല്പസമയം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം ധ്യാനിക്കാൻ സാധിച്ചതിനോട് നമുക്ക് നന്ദി പറയാം. ഇനി എന്റെ തുടർന്നുള്ള ജീവിതത്തിൽ കർത്താവെ എന്തെങ്കിലും കുറവുകൾ എന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ. നമ്മൾ പറഞ്ഞു, സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങോട്ട് കൃത്യപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ പറയുമേ തമ്പുരാനമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.